കാണാൻ വരുന്നുള്ളൂ. പ്രതീക്ഷയുണ്ടോ? എന്തോ ഞാൻ ട്രെയിലർ പോലും കണ്ടിട്ടില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു എക്സ്പീരിയൻസ് ദ ഫിലിം ഫ്രഷ്. അപ്പൊ ഞാൻ പോസ്റ്റർ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിന്റെ എക്സൈറ്റ്മെന്റിൽ വന്നതാണ്. നല്ല നല്ല സന്തോഷം തന്നെ. അപ്പൊ അത് ഇനി കൂടുതൽ ആൾക്കാർ കാണാനുണ്ടല്ലോ. അപ്പൊ അത് കണ്ടിട്ട് അതിന്റെ ഓരോ റെസ്പോൺസ് പൊന്നാവട്ടെ. വളരെ ഇല്ലല്ല, ഒരു റിസ്ക് ഇല്ല. എഴുതിയ സാധനം മമ്മൂട്ടി എഴുതിയ ഡയലോഗുകൾ മമ്മൂട്ടി പറയുന്നു, അർജുൻ ശങ്കർ പറയുന്നു. അതെങ്ങനെ ഒരു എഴുത്തുകാരൻ നിലയിൽ വലിയ സന്തോഷം. ഒരു ആസ്വാദനായിട്ട് സിനിമ എങ്ങനെ വിലയിരുത്തുന്നു ഒരു പ്രേക്ഷകനായിട്ട്? അല്ല, ഇതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല പുതിയൊരു അറ്റൻഡ് എങ്ങനെയാണ്? വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമയാണ്. മലയാള സിനിമ വേറൊരു ഇതിലേക്ക് കൊണ്ടുവരുന്ന അതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. ഗംഭീരം, ഒറ്റ വാക്കിലെ പോലെ ഗംഭീരം. ബാക്കി പറഞ്ഞ ഈ സിനിമ എന്ന കലയെ സ്നേഹിക്കുന്നവർ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. മമ്മൂക്ക ഒരു രക്ഷയില്ല. 2 കഥാപാത്രം, ആകെ 4 പേര്, സിദ്ധാർത്ഥ ഭരതനും അർജുൻ അശോകനും എല്ലാവരും അടിപൊളി. എന്തായാലും ഈ സിനിമയുടെ ഡയറക്ടറിന് ഈ കാസ്റ്റിംഗില് സൂപ്പർ, അടിപൊളി. തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. രക്ഷയില്ല, ഒന്നും പറയാനില്ല. അടിപൊളി പടം, അടിപൊളി. നല്ല പടം, അടിപൊളി സിനിമ. മമ്മൂട്ടി അടിപൊളി, നല്ല അഭിനയം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ട എന്റെ ബോറടി ഒന്നുമില്ല. അടിപൊളി പടം, നല്ല പടമായിരുന്നു. സിനിമയെ സ്നേഹിക്കുന്ന ഈ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണമെന്ന് ഞാൻ അടിപൊളിയായിട്ട് പറഞ്ഞാണ്. ഇത്രയ്ക്ക് പെർഫെക്റ്റ് പടം, എന്ത് സൈലന്റ് പടം, അടിപൊളി. പിന്നെ പേടിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട്. ആ സിനിമയുടെ തിയേറ്ററിൽ നിന്ന് തന്നെ കാണുക, ഇത്ര പറയണം. ഇതില് മമ്മൂക്ക അല്ല അഭിനയിച്ചിരിക്കുന്നത്, ഇതൊരു കൊടുമൺ പോറ്റിയാണ്. കാരണം മലയാളത്തിലെ നിരവധി കഥാപാത്രങ്ങൾ നമുക്ക് നന്നിട്ടുള്ള നടനാണ് മമ്മൂക്ക. ഈ സിനിമയില് മമ്മൂക്ക അഭിനയിക്കുകയല്ല, ജീവിക്കുകയാണ്. നമ്മുടെ ഒരു അത്ഭുതത്തോടുകൂടി മലയാള സിനിമ ഒരു ലോക സിനിമയ്ക്ക് മുമ്പിൽ തന്നെ വെക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ബ്രഹ്മയുഗം. രാഹുലിന്റെ ഡയറക്ടർ ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നാലും അതുപോലെ തന്നെ അർജുൻ അശോകനും സിദ്ധാർത്ഥ ഭരതും അവരുടെ റോളുകൾ വളരെ ഗംഭീരമാക്കി. മമ്മൂക്ക ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് അതിലേറെ അഭിനയിക്കാം, എത്രത്തോളം അഭിനയിക്കാൻ പറ്റുമോ അത്രത്തോളം. ഇനിയും ഇതുപോലെ നിരവധി കഥാപാത്രങ്ങൾ മമ്മൂക്ക തരുമെന്ന കാര്യത്തിൽ യാതൊരു ഒരു അത്ഭുത മനുഷ്യനാണ് മമ്മൂക്ക. മലയാളം ഹൊറർ ജോണറിൽ കിടിലൊരു ബെഞ്ച് മാർക്ക് ഇറക്കിയ പടം. അർജുൻ അശോകന്റെ സിദ്ധാർത്ഥ ഭരതന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. മമ്മൂക്ക ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. കിടിലനായിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്കൊരു മോശമായിട്ട് തോന്നില്ല. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ കാണേണ്ട ഒരു പടമാണ്. കിടിലൻ പ്രൊഡക്ഷൻ ഡിസൈനാണ്, ആർട്ട് വർക്ക് അടിപൊളിയാണ്, സൂപ്പർ പടമാണ്. നിങ്ങളാണ് പറയേണ്ടത്, ഞാനെന്താ പറയാ. താങ്ക് യു. അപ്പൊ നിങ്ങളായിരുന്നു പറഞ്ഞോ, ധൈര്യമായിട്ട് അങ്ങോട്ട് തള്ളിക്കോ. നിങ്ങൾ തന്നോണ്ടിരിക്കല്ലേ, നന്നായിട്ടുണ്ട്. സോ സന്തോഷമുണ്ട്, ഹാപ്പി. താങ്ക് യു. അടിപൊളിയല്ലേ, ആയി വന്നു. അങ്ങനെ അത് ആരെടുത്ത് പറയണത് നമുക്ക് പറ്റുന്ന എല്ലാവരും, അത് അഭിനയിച്ചവരും, ഡയറക്ഷൻ, സ്ക്രിപ്റ്റിങ്, ആർട്ട്, റീ റെക്കോർഡിങ്, എന്തൊരു ഭംഗി എന്ന് പറയുമ്പോൾ ഭയങ്കര മൂടാ. നമുക്ക് പൊളിച്ചടിക്കിട്ടുണ്ട്. നമുക്കത് തെരഞ്ഞെടുത്തോണ്ടല്ലേ അർജുന വേഷം കിട്ടിയത്. ഒരു അർജുൻ നന്നായി ചെയ്തിട്ടുണ്ട്. അർജുൻ, സിദ്ധാർത്ഥ്, അങ്ങനെ അവര് 3 പേരും പൊളിച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പടം കണ്ടാൽ നമുക്ക് പറഞ്ഞ് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ആർട്ട് ഡയറക്ടർ, റീ റെക്കോർഡിങ്, ഡയറക്ഷൻ, ഡയലോഗ്സ്, സൂപ്പർ. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റാ വേണ്ടത്. അതിന്റെ ഒരു ഭംഗി വേറെയാണ്. അത് കളർ എനിക്ക് തോന്നണ്ട അത്രയും ഗംഭീരമാവുന്നു. രാവിലേട്ടൻ വെറുതെ പൊളി ആയിട്ടുണ്ട്. നമ്മുടെ പടത്തിനെ പറ്റി നമ്മളെങ്ങനെയാണ് ഇത്രയില്ല. നമുക്ക് എന്തായാലും നമ്മുടെ പടം പിന്നെ തീർച്ചയായിട്ടും അത് ഡയറക്ടർ ഒന്ന് കണ്ട് ഞെട്ടിക്കൊണ്ടിരിക്കുന്നതായിരുന്നല്ലോ. ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞായിരുന്നു, നമ്മള് ഷൂട്ടിംഗ് സമയത്ത് തന്നെ വൻ മൂടായിരുന്നു. അത് കാണുമ്പോ മനസ്സിലാവില്ല, അതിൽ കാണും പടം. അത് ഞാനല്ലല്ലോ പറയണത്, കണ്ട പ്രേക്ഷകരല്ലേ പറയണത്. ഞാൻ തന്നെ എങ്ങനെയാ പറഞ്ഞത്.
മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച് വേർക്കൂന്ന് പറഞ്ഞ് വേർത്തിരുത് കണ്ടില്ലേ വേറെ കുളിച്ചിരിക്കുന്നത്. എല്ലാം കോംപ്ലിമെന്ററി. എല്ലാം പറഞ്ഞു നന്നായിട്ടുണ്ട് പടം, ഗംഭീര പടം. ഇതുപോലുള്ള പടങ്ങൾ ഇറങ്ങട്ടെ ഇടയ്ക്കിടയ്ക്ക്. എല്ലാം ഇങ്ങനെ തന്നെ ഉണ്ടാകുന്നാലും ഒരു പടം ഇതൊരു എല്ലാത്തും ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു സിനിമയാണ്. ഒരു മേക്കറിന്റെ വിഷനാണ്. പിന്നെ വർഷങ്ങളായിട്ട് ഇല്ലാതിരുന്ന ഒരു കളർ സ്പെക്കാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പൊ അതിൽ അഭിനയിക്കാന്നുള്ളത് ആസ് എൻ ആക്ടർ എനിക്കും കൗതുകം വരുന്നു. അത് ഇനി ആൾക്കാർ കാണുമ്പോൾ കാണാം. ഗംഭീര എക്സ്പീരിയൻസ് ആണ് ത്രൂ ഔട്ട് കിട്ടുന്നത്. ത്രൂ ഔട്ട് റോളുണ്ട്. അപ്പൊ ഇത് മലയാള സിനിമ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ നമ്മള് കുമ്പാടൊക്കെ പോലൊരു സിനിമകളാണ് ഇവിടെ എക്സ്പീരിയൻസ് ആയിരുന്നത്. അപ്പൊ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആവും ഓഡിയൻസ്. തീർച്ചയായിട്ടും. കാരണം അതിലിപ്പോ എനിക്ക് പറയണമെങ്കിൽ കുറച്ച് ആൾക്കാർ ഇവിടെ കാണണമല്ലോ. അതിന് സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് വന്ന കാര്യങ്ങളും പരിപാടികളൊക്കെ അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പൊ നേരിട്ട് കണ്ട് അത് റിയൽ ആണ്. അത് റിയൽ ആയിട്ട് CG ഇല്ലാണ്ട് ചെയ്ത ഐറ്റമാണ് ആ സാധനമൊക്കെ. അപ്പൊ അതിന് നല്ല എക്സ്പെൻസീവ് ആയി നല്ല രീതിക്ക് ആ ചെക്കൻ പെർഫോം ചെയ്തിട്ടുണ്ട്. കളരിയൊക്കെ ചെയ്യുന്ന ഒരു ചെക്കനെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് അത്. അത് കാണുമ്പോൾ ബാക്കി ഇവർക്ക് അത് തുറന്നു പറയാൻ 2 ദിവസം കൂടി കഴിഞ്ഞ് ഞാൻ പറയാം. ആയിട്ടുള്ള ക്യാരക്ടർ ഇപ്പോഴാണ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലും ആൾക്കാരെ അത് അക്സെപ്റ്റ് ചെയ്യുന്ന അറിയുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ്. ചില സീനൊക്കെ കണ്ടപ്പോ നന്നായിട്ടുണ്ടാവുന്ന പറയാറുണ്ട്. പിന്നെ കൂടുതൽ നമ്മൾ അങ്ങനെ ചോദിച്ചു പോകണം മോശം എങ്ങനെ എടുക്കാതെ മോശമല്ല പറയും. എന്തായാലും ഹാപ്പിയാണ് എല്ലാവരും. വൈഫ് പറഞ്ഞത് ആക്ച്വലി ഇതിനകത്ത് കണ്ടതിൽ ഏറ്റവും സന്തോഷമുണ്ട്. ഭയങ്കര ഗംഭീരമായിട്ട് അത് തോന്നുന്നുണ്ടോ? എല്ലാവർക്കും അത് വരും തോന്നുന്നു. എനിക്ക് ചില സീനിലൊക്കെ എനിക്ക് അത് എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റും മച്ചാണ്. ഒരാൾക്കാരെ ഓരോ ചിന്താഗതിയല്ലേ. നമ്മളെങ്ങനെയാണ് എല്ലാവരും കാണുമ്പോൾ അത് ഗൂസ്ബംസ് വരുമെന്ന് പറയാ. അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതൊരു കുറച്ച് ഇന്റൻസീവ് പടവും കൂടിയാണല്ലോ. എല്ലാവരും കാണട്ടെ, കണ്ടിട്ട് നമുക്ക് ചോദിക്കാം. താങ്ക് യു. സിനിമ എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മമ്മൂട്ടിയെ എന്തുകൊണ്ടാണ് രാക്ഷസ നടികർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് ഫാൻസ് എടുത്ത് പറയുന്ന ഒരു പേരാണോ അല്ല എന്ന് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. കാരണം ആസിഫ് അലി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ട് മമ്മൂക്ക ഈ ക്യാരക്ടർ ചെയ്യുന്ന ഒരിക്കലും നമ്മൾ കരുതിയില്ല. കാരണം അത്തരം ചലഞ്ചുകൾ നിറഞ്ഞ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇനിയിപ്പോൾ അത് പുറത്തായിരിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ അത് എങ്ങനെയാണ് പുള്ളി അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട ഒരു ദൃശ്യമാണ്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ വേഷപ്പാർച്ച ഒപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഇതാണ് അർജുൻ അശോകന്റെയും സിദ്ധാർത്ഥ് ഭരതന്റെയും വേഷപ്പാർച്ച. അവരും ഇതുവരെ കാണാത്ത വളരെ വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിലാണ് കണ്ടിരിക്കുന്നത്. പിന്നെ കളർ എന്നുള്ളത് സിനിമയ്ക്ക് ഒരു വിഷയമല്ല. ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ മോണോക്രോമിൽ അല്ലാതെ ഈ സിനിമയുടെ ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മോണോക്രോമിൽ മഴ പെയ്യുന്നത് കണ്ടില്ലെങ്കിൽ നമ്മൾ മോണോക്രൈമിൽ കാടിന്റെ ഭംഗി ആസ്വദിച്ചില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായിരിക്കും. അത് ആ കളർ പാറ്റേൺ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. കൂടെ അഭിനേതാക്കളുടെ പെർഫോമൻസും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എഡിറ്റിംഗ് എന്നുള്ള മികവും കൂടി ആയപ്പോൾ പ്രമേഹം അടുത്ത കാലത്ത് കണ്ട മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. അതിഗംഭീര മൂവിയാണ് പ്രമേഹം. താങ്ക് യു. മിസ്റ്ററി ഹൊററാണോ? ജനർ എന്ന് പറയുന്നത് മിസ്റ്ററി ഹൊററാണ്. പക്ഷെ ഇതിനകത്ത് ഒരു തോട്ട് പ്രോസസ്സ് കൂടിയുണ്ട്. കാരണം അധികാരത്തിന്റെ ഒരു മോതിരം തേടിയുള്ള യാത്ര അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കാണണമെങ്കിൽ അതും കാണാൻ പറ്റും. കാരണം നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് അതൊരു ഹൊറർ ത്രില്ലർ എന്ന രീതിയിൽ കാണാമെങ്കിലും ഇതിന്റെ ഉള്ളിൽ കാരണം ഒരു അധികാര കൈമാറ്റം നടക്കുന്നുണ്ട്. അധികാരം ആരുടെ കയ്യിലാണോ അയാൾക്ക് താഴെയുള്ളവരെ അടക്കി ഭരിക്കാനുള്ള ഒരു മനോഭാവമുണ്ട്. അത് സിനിമയിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിന്റെ ക്ലൈമാക്സോടെ എടുക്കുമ്പോൾ അത്തരം ഒരു അധികാരത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ ഓട്ടം, അധികാരം കിട്ടുമ്പോൾ മനുഷ്യന്റെ മാറ്റം, അങ്ങനെ ഒരു രീതിയിലും കാണാം. അതുകൊണ്ട് ഒരു സൈക്കോ ഹൊറർ, ഒരു സൈക്കോളജിക്കൽ ഹൊറർ എന്ന രീതിയിലും ഇതിനെ കാണാം. കാരണം സൈക്കോളജിക്കലി ഒരുപാട് നമുക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് പടം. അതുപോലെ തന്നെയാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഹൊറർ ഫീൽ. പിന്നെ 3-4 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു ആവർത്തനം ഉണ്ടാകുമോ എന്ന് പേടിച്ചെങ്കിലും ഈ 3-4 പേരുടെ കൂടെ തന്നെ നമ്മളും ആ കോട്ടയ്ക്കകത്ത് അകപ്പെട്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും കൂടിയാണ് ഈ സിനിമ കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ വലിയ ക്രൗഡിനെ ആകർഷിക്കുന്ന രീതിയിലെടുത്ത ഒരു പ്രത്യേകതരം മൂവിയാണ്. കാരണം പിന്നെ മോണോക്രോമിന്റെ സൗന്ദര്യം എങ്ങനെയാണെന്നുള്ള ഈ സിനിമയിൽ അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. ഈ സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഒരു അട്രാക്ഷൻ ഈ സിനിമയിലൂടെ കാണാൻ പറ്റി. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. മമ്മൂട്ടി എന്തുകൊണ്ടാണ് രാക്ഷസ നടികർ എന്ന് വിളിക്കുന്നത് അത് ഈ സിനിമയിലൂടെ മമ്മൂട്ടി തെളിയിച്ചു. കാരണം ഇനിയൊന്നും 10-400-ലധികം വേഷപ്പാർച്ചൽ ചെയ്ത മമ്മൂട്ടിക്ക് ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഈ സിനിമയിലുള്ള പോലെ ഒരു മമ്മൂട്ടിയോ ഈ സിനിമയിലുള്ള പോലെ ഒരു റോളോ നമ്മൾ വേറൊരു സിനിമയിലും കണ്ടിട്ടില്ല. അത് തന്നെയാണ് ഈ സിനിമയുടെ വ്യത്യസ്തതയും അത് തന്നെയാണ് ഈ സിനിമയെ ഒരു മസ്റ്റ് വാച്ച് ആക്കി മാറ്റുന്നത്. താങ്ക് യു.
ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇല്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഈ ഒരു തോട്ട് പ്രോസസ്സിലാണ്. കാരണം ആ ഇല്യൂഷൻ നമ്മളിലേക്ക് പാസ് ചെയ്തിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. ആക്ച്വലി ഈ അധികാര കൈമാറ്റം അല്ലെങ്കിൽ ഈ അധികാരത്തിന്റെ മോതിരം കൈമാറി കഴിഞ്ഞു. അത് കാലാനുകാലങ്ങളായി ഇപ്പോഴും അത് തുറന്നിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഈ ജനറേഷനിൽ ആ ചാത്തൻ, ഈ അധികാരം കിട്ടിയ ചാത്തൻ നമ്മളുടെ ഇടയിൽ ചുറ്റി നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അധികാരമുള്ള ഒരാൾ ഒരു വർക്ക് സ്പേസിലോ ഏതൊരു ഏരിയയിലോ അധികാരമുള്ള ആൾ താഴെയുള്ള ആരോട് എങ്ങനെയായിരിക്കും ചെയ്യുന്നത് എന്നുള്ള ഒരു തോട്ട് പ്രോസസ് കൂടി ഈ സിനിമയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ടൈം ലൂപ്പ് ആണോ എന്ന് ഇതിന്റെ ഒരു ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നും. കാരണം ഡയലോഗിന്റെ ആവർത്തനം ആ ടൈം ലൂപ്പ് അതാണ് ഉദ്ദേശിക്കുന്നത്. സിനിമയിൽ അങ്ങനെ കാണിച്ചില്ലെങ്കിലും ഈ തോട്ട് പ്രോസസ് എന്നുള്ളത് ഒരു ടൈം ലൂപ്പ് തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ നടക്കുന്ന രീതിയിൽ തന്നെയാണ് മനുഷ്യന്റെ അധികാരം ഉപയോഗിച്ചുള്ള അടിച്ചമർത്തൽ എന്നുള്ളതാണ് ആ സിനിമയിലെ ലൂപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സിനിമയിൽ പ്രത്യേകിച്ച് പ്ലെയിൻ ആയിട്ട് ഒരു കാലഘട്ടം അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്തുള്ള രീതിയിലാണ് സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമാവാൻ ചാൻസ് ഉണ്ടല്ലോ. ആയാൽ അത്രയും അതിനും കൂടുതൽ സന്തോഷം. അപ്പോൾ എന്ന് വെച്ചാല് അത് എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഒന്നാമത് ഇപ്പൊ മമ്മൂക്ക എടുക്കുന്ന ക്യാരക്ടേഴ്സ് നോക്കിയാലും എല്ലാം ഭയങ്കര രീതിക്ക് നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റീഇൻവെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ പോലത്തെ സ്റ്റാർട്ടിങ് ആക്ടേഴ്സിനൊക്കെ ഇനിയും നമുക്കൊന്നുമില്ല, ബ്രേക്ക് ചെയ്ത് എന്ത് ക്യാരക്ടർ ചെയ്യാമെന്ന് കാണിച്ചു തന്നുകൊണ്ടിരിക്കണം നമുക്ക് പിന്നെ. അപ്പൊ ആ ഒരു ബലവും ആ ഒരു ശക്തിയാണ് നമുക്ക് അടുത്ത ക്യാരക്ടറും എന്ത് ടൈപ്പ് എടുക്കണം എന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള കൊതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അഫ്കോഴ്സ് അങ്ങനത്തെ ഒരു ആക്ടറിനോട് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. പിന്നെ അഫ്കോഴ്സ് ഉണ്ട്. അത് എല്ലാ പടത്തിലും ഇറങ്ങുമ്പോൾ നമുക്ക് തലേ ദിവസം അതിന് മുമ്പത്തെ ദിവസം ഇറങ്ങുന്ന ദിവസമൊക്കെ നല്ല ടെൻഷൻ ഉണ്ടാവും, ആൾക്കാരെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത്. കാരണം നമ്മള് ചെയ്തു വെച്ചൊരു ആർട്ട് വർക്ക് ആണല്ലോ. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്താൽ അത്ര സന്തോഷം. അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ അക്സെപ്റ്റ് ചെയ്യാത്ത പടങ്ങളിൽ നമ്മൾ നെക്സ്റ്റ് പടം അതിൽ എന്തൊക്കെ തെറ്റെന്ന് മനസ്സിലാക്കിയിട്ട് അടുത്തതിൽ തിരുത്താൻ തന്നെ നോക്കും. കാരണം നമുക്ക് ആകെ അറിയുന്ന ഒരു കല ഇതാണ്. അത് നിങ്ങൾക്ക് കണ്ടോ, പടം കണ്ടോ? ബാക്കിയും കൂടി കണ്ടിട്ട് മനസ്സിലാക്കിയാൽ നല്ലായിരിക്കും. 2024 സംസ്ഥാന അവാർഡ് നിർണയിക്കുമ്പോൾ തീർച്ചയായിട്ടും മെഗാസ്റ്റാർ മമ്മൂക്കയും അതേപോലെ അർജുൻ അശോകനും അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതനും ഇവർ 3 പേരും മത്സരിച്ച് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. മമ്മൂക്കയുടെ ഒരു വേറിട്ട അഭിനയം തന്നെയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്നിട്ട് എക്സ്പീരിയൻസ് തന്നെയാണ്. 2024 ഓരോ ചിത്രങ്ങളും മികച്ചതായിട്ട് തന്നെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം നമ്മൾ തിയേറ്ററിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് അതിനൊരു ഭാഗ്യം നമുക്ക് കിട്ടി. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ടിവിയിലൂടെയാണ് നമ്മൾ കണ്ടത്, തിയേറ്ററിൽ വന്നിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മികച്ച ചിത്രമാണ് രാഹുൽ സദാശിവൻ എടുത്തിരിക്കുന്നത്. അതെ അതെ, അത്ര പേടിക്കാൻ ഉണ്ടോന്ന് വെച്ചാല് അത് തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. പലരുടെ അനുഭവങ്ങൾ പല രീതിയിലായിരിക്കും. എന്തായാലും നിരാശരാകേണ്ടി വരില്ല. കാരണം ഈ പറഞ്ഞ 3 പേരും മത്സരിച്ച് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും രാഹുൽ സദാശിവൻ എന്ന് പറഞ്ഞ ആ ഡയറക്ടർ ഭൂതകാലം ചെയ്ത് നമ്മളെ ഞെട്ടിച്ച ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രം വരുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നപ്പോൾ തന്നെ നമ്മൾക്ക് നല്ലപോലെ തന്നെ അത് ആസ്വദിക്കാൻ പറ്റി. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ്. അല്ല, അത് അങ്ങനെ കാണിക്കില്ല എന്ന് പറഞ്ഞത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അതെ, ചിലപ്പോ അങ്ങനത്തെ രീതിയിലായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതില് ഉള്ള മന എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സൂര്യന്റെ വെട്ടം പോലും കാണുന്ന മനയാണ്. ചിലപ്പോ അത് കാരണമായിരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ കാണണമെന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏറ്റെടുത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു പടം ഇറക്കുമ്പോ അത് എന്തായാലും ഏറ്റെടുക്കുന്നൊന്നും ബുദ്ധിമുട്ടാണ് പറയാൻ. പക്ഷെ ഞാൻ പറയില്ലേ, ഇതില് ഫ്രെയിംസ് ഒക്കെ വന്നത് മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് വന്നത്. ചിലപ്പോ അതായിരിക്കും പുള്ളി പറഞ്ഞത്. ക്ലാസിക് മേക്കിംഗ്, മേക്കിംഗ്, ക്യാമറ, എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈൻ, എഡിറ്റിംഗ്, അങ്ങനെ വളരെ മിനിമൽ ക്യാരക്ടേഴ്സ് ഉള്ളൂ. പക്ഷെ അടിപൊളി മേക്കിംഗ്, BGM ഒന്നും പറയാനില്ല. ഓൾ ഓവർ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അടിപൊളി മേക്കിംഗ് ആണ്. നമുക്കുടെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം. അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. അർജുൻ അശോകൻ, സിദ്ധാർത്ഥ്, പിന്നെ എല്ലാവരും, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളൂ, എന്നാലും ഗംഭീര മേക്കിംഗ് ആണ്. തിയേറ്റർ മസ്റ്റ് വാച്ച്. അടിപൊളി പടമാണ്. പ്രമേയം വൺ ഹെൽ ഓഫ് എൻ എക്സ്പീരിയൻസ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്,
ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. സോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെച്ചത് അടിപൊളിയായി. കാരണം ഒരു ഇതിന്റെ ഇമ്പാക്ട്, ആ ഓരോ സീൻസിന്റെ ഇമ്പാക്ട്, ഒരു പഴയ കാലഘട്ടം, ഒരു 17-ാം നൂറ്റാണ്ടൊക്കെ കാണിക്കണം. അതൊക്കെ പക്കയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പറയേണ്ട പെർഫോമൻസുകളാണ്. എൻ്റെ അമ്മ, മമ്മൂട്ടി, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ എല്ലാവരും കട്ടയ്ക്ക് വന്നിട്ടുണ്ട്. ആൻഡ് അർജുൻ അശോകന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് പറയാം. മമ്മൂക്ക ഈ 73-ാമത്തെ വയസ്സിൽ എൻ്റെ പൊന്നോ, ഓരോ ചിരി, എക്സ്പ്രഷൻസ്, നോട്ടം, സൈക്കോ, ഞാൻ കൂടുതലൊന്നും പറയാനുള്ള വൺ ഹെൽ ഓഫ് എക്സ്പീരിയൻസ് ആണ്. കാണുമ്പോൾ അറ്റ്മോസ്ഫിയർ തന്നെ കാണാൻ നോക്കുക. കാരണം സൗണ്ടിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹാറ്റ്സ് ഓഫ് എൻ്റയർ ക്രൂ. ഓരോ സീനിലെ ഡീറ്റെയിലിംഗ് വരെ, ആ മന കാണിക്കുന്നതായാലും, പിന്നെ ഒരു പക്ക ക്ലാസ് മൂവി. എനിക്കൊരു തുമ്പട്ട് ലെവൽ മൂവി ഒക്കെ ഫീൽ ചെയ്തു. മലയാള സിനിമയ്ക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഫസ്റ്റ് ടൈം. എന്തായാലും ഡേറ്റിൽ കാണാം. ഡോണ്ട് മിസ് ഇറ്റ്. പ്രമേയം ഇസ് എ ഹെൽ ഓഫ് എക്സ്പീരിയൻസ്. ഒരു രക്ഷയില്ല, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. രാഹുൽ സദാശിവൻ എന്നൊരു ഡയറക്ടറുടെ തന്നെ ഏറ്റവും വലിയൊരു നിർണ്ണയിക്കുന്ന, അദ്ദേഹത്തിന് ഒരു മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയൊരു ബിൽഡപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സാധനം തന്നെയായിരിക്കും രാഹുൽ സദാശിവൻ. പിന്നെ ഇജാതി മേക്കിംഗ്, ക്രിസ്റ്റോ സേവിയറിന്റെ മ്യൂസിക്, അത് തന്നെയാണ് പിടിച്ചിരുത്തുന്നത്. തുടക്കം മുതലൊക്കെ തന്നെ ആദ്യം തന്നെ എല്ലാം പിടിച്ചിരുത്തുന്ന ആ ഒരു സിനിമ ഏറ്റവും അവസാനം വരെ പിടിച്ചിരുത്തുന്നതാണ് തന്നെ. പിന്നെ അതന്നെ മമ്മൂക്കയുടെ കാര്യം പറയണ്ടല്ലോ, അഭിനയം തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് മനസ്സിലായി. അപ്പൊ അത്രയും അഭിനയം കൊണ്ട് പോരാടിക്കേണ്ട ആളാണ്. അർജുൻ അശോകനായാലും സിദ്ധാർത്ഥ് ഭരതനായാലും എല്ലാവരും ഗംഭീരാക്കിയിട്ടുണ്ട്. ഓരോ നിമിഷവും ഭയത്തിന്റെ ഒരു മുൾമുനയിൽ നിർത്തുന്ന ഒരു സംഭവങ്ങളായിരുന്നു. താങ്ക്സ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പൊ പിന്നെ നന്നായിട്ടുണ്ട്. കാരണം ആ ഒരു ഹൊറർ മൂഡ് സൃഷ്ടിക്കാനൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ശരിക്കും ഭയാനകമായിട്ടുണ്ട്, നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്ന. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഭയത്തിന്റെ ഒരു ഇത് പിന്നെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ആ ഒരു ഇത്. ഒരു കൃത്യമായ ജോണർ നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു ഹൊറർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ കണ്ടുവരുന്ന ഹൊറർ പടമല്ല, ഒരു വ്യത്യസ്തമായ ഒരു ഹൊറർ പടമാണ്. ഒരു മന്ത്രവാദം ആ ഒരു ടൈപ്പാണ്. കുറച്ച് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഇതല്ല. അതിനെ കൃത്യമായിട്ട് നല്ല മേക്കിങ്ങോടെ നല്ല അടിപൊളിയായിട്ട് തന്നെ ജനങ്ങൾക്ക്, ഇപ്പൊ കാഴ്ചക്കാർക്ക്